ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തേക്കൊന്ന് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം കേട്ടോ. അതിന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോഴത്തേ ഒരുങ്ങിയെല്ലാം നിൽക്കുവാണ്. അപ്പോൾ പോവാണ്. അപ്പം നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പോവാം കേട്ടോ. അപ്പം നമ്മുടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഫാമിലി സൂപ്പർ മാർക്കറ്റ്. അപ്പം നമുക്ക് കുറച്ച് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ, നടന്നു പോകാനുള്ളതേ ഉള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ വണ്ടിയിലങ്ങ് പോയെന്നേ ഉള്ളൂ. ഫാമിലി സൂപ്പർ മാർക്കറ്റ് ഇതാണ്, മലയാളീസിൻ്റെ കടയാണ്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. നമുക്ക് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ലേഡീസ് ഐറ്റംസും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. 2 നിലയാണ്. അപ്പം മേളിലത്തെ നിലയിലാണ് ലേഡീസ് ഐറ്റംസ് എല്ലാം ഉള്ളത് കേട്ടോ. നമുക്ക് ക്ലിപ്പ്, മൂക്കുത്തി, കമ്മൽ, വള, മാല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അവിടെ കേട്ടോ. പിന്നെ എനിക്ക് ഒരു ചമ്മലും ഉണ്ടായിരുന്നു. നമ്മൾ ഈ മൊബൈലും പിടിച്ച് ഈ വീഡിയോ എല്ലാം എടുക്കുമ്പം എല്ലാവരും നമ്മളിങ്ങനെ നോക്കും. അപ്പം നമുക്കൊരു ചമ്മലാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ പതുക്കെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്കൊരു ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ. ഫുൾ മലയാളി ചേട്ടന്മാരായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. മുഴുവനും മലയാളീസാണ്. ഇതിപ്പം ഞാനും ചേട്ടനുമായിട്ടാണ് പോയത്. ഇല്ലാതെയും ഞാൻ പോയിട്ടുണ്ട് ഇവിടെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാത്തരം മസാലകളും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് മസാലകളും ഉണ്ട്. ഇവിടുത്തെ കന്നഡക്കാർ ഉപയോഗിക്കുന്ന ടൈപ്പ് മസാലകളും പൊടികളും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളതൊക്കെ വാങ്ങിക്കുമായിരുന്നു. പച്ചരിക്കൊക്കെ ഭയങ്കര റേറ്റ് കേട്ടോ. പച്ചരി, അരി ഒക്കെ റേറ്റ്. പിന്നെ നമുക്ക് വലിയ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വല്ല 1-2 രൂപയൊക്കെ നമുക്ക് ലാഭിക്കാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ നമുക്ക് വേറൊരു സാധനം വാങ്ങിക്കാൻ പിന്നെ വേറെ എങ്ങും പോകണ്ട, അങ്ങനെയുള്ള കേട്ടോ. ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഒരുപാട് വീഡിയോ എടുക്കാൻ മാത്രമുണ്ട് ഇവിടെ കേട്ടോ. ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉള്ള സെക്ഷൻ വേറെയുണ്ട്, ഐസ്ക്രീം സെക്ഷൻ വേറെയുണ്ട്, അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ എങ്ങും എടുത്തില്ല. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുള്ള സ്ഥലത്തെ മാത്രം വീഡിയോസേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. അപ്പം ഒരുപാട് ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ബൈ 1 ഗെറ്റ് 1 ഒക്കെ ഉണ്ടായിരുന്നു, ബൈ 2 ഗെറ്റ് 1 ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബൈ 1 ഗെറ്റ് 1 അങ്ങനെയൊക്കെ ഒത്തിരി ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഓഫറൊക്കെ നോക്കി വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മുട്ടായികൾ ഇവിടെ ഉള്ളത് കേട്ടോ. ഇത് നേരെ ഫ്രണ്ടിലായതുകൊണ്ടുണ്ടല്ലോ ബില്ലടിക്കുന്നവർക്കൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നതും ഒക്കെ കാണാമായിരുന്നു കേട്ടോ. പിന്നെ നീമിൻ്റെ ഓയിൽ, ഗ്ലിസറിന് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു ഇവിടെ കേട്ടോ. ഗ്ലിസറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു ഇവിടെ. അപ്പം ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. ഞാൻ അല്ലാതെ ഇപ്പം നേരത്തെയൊക്കെ നമ്മൾ കല്യാണത്തിന് മുമ്പൊക്കെ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുക്ക സാധനം, നമ്മൾ കമ്മൽ, മാല, പൊട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഷാമ്പു അങ്ങനെയൊക്കെ. ഇപ്പം ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള സാധനങ്ങൾ. പിന്നെ എനിക്ക് ഓയിൽ സ്റ്റിക്ക് വേണമായിരുന്നു, എണ്ണയൊക്കെ തേക്കാനായിട്ടേ ഓയിൽ സ്റ്റിക്ക് വേണമായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ താഴെ അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അത് പിന്നെ അവർ പറഞ്ഞു ഇവിടെ അല്ല, ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാമായിരുന്നു. ഞാൻ പറഞ്ഞു എങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ പോവാട്ടോ ചേട്ടൻ. അപ്പോൾ താഴെ ബില്ലടിക്കും. നമ്മൾ അത്യാവശ്യം നമ്മൾ സാധനം വാങ്ങിച്ചു. നല്ല രസമുണ്ട്. ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ലേഡീസ് ഒക്കെ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഒക്കെ പ്രിൻ്റ് ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒന്നാമത്തെ കാര്യം മലയാളീസിൻ്റെ കടയായിരുന്നു. നമുക്ക് ഓൾറെഡി ഒരു ചമ്മൽ വീഡിയോ ഒക്കെ എടുക്കുക. എനിക്ക് പൊതുവെ ഒരു ചമ്മലാണ് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് അവരെല്ലാം മലയാളീസ് ആയതുകൊണ്ട് നമുക്കൊരു ചമ്മൽ. ഇപ്പോൾ വേറെ കന്നഡക്കാരുടെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര വലിയ ഇതൊന്നും നമ്മൾ കൊടുക്കത്തില്ല. പക്ഷെ മലയാളീസിനെ കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒന്നുമില്ലാത്തൊരു ചമ്മൽ വരുമല്ലോ. അപ്പം ഞാനിവിടെ ആ സ്റ്റിക്ക് തപ്പി നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ആ സ്റ്റിക്ക് കിട്ടി കേട്ടോ. അങ്ങനെ അതുമായിട്ട് നമുക്ക് കുറഞ്ഞ റേറ്റ് ആയിരുന്നു കേട്ടോ, ഒത്തിരി വിലയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റിക്ക് മേടിച്ചിട്ട് ഞങ്ങൾ താഴേക്ക് വന്നു. അപ്പോൾ ചേട്ടൻ ബില്ലടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബിഗ് ഷോപ്പറൊന്നും നമുക്ക് കയറ്റാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവിടെ ബില്ല് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.